പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പൗരാവകാശം പറ്റിയിട്ടുള്ള ഒരു വിഷയമാണ്. ഇന്നലെ ഭാരതത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം കൊടുത്ത ഒരു വാർത്തയാണ്, പാസ്പോർട്ട് സേവാ ദിനത്തിൽ കൊടുത്ത വാർത്തയാണ്, പാസ്പോർട്ട് പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ല. ഇതിനെ എതിരായിട്ട് വന്ന 3 വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ. ഒന്ന് ജാവേദ് അക്തറിന്റെ ആണ്, 2 കപിൽ സിബലിന്റെ ആണ്, 3 രാജീവ് സർദേശായിയുടെ. ഇവരൊക്കെ ഏത് ഹാൻഡിലാണെന്ന് ഈ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവർ പറയുന്നതിനകത്തോട്ട് നമ്മൾ അധികം ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവരെല്ലാം ചോദിക്കുന്നത് പാസ്പോർട്ട് ഉണ്ട്, ആധാർ ഉണ്ട്, റേഷൻ കാർഡ് ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, ഇതൊന്നും പിന്നെ പൗരത്വ രേഖ അല്ലെങ്കിൽ മറ്റെന്താണ് പൗരത്വ രേഖ എന്നാണ് അവർ ചോദിക്കുന്നത്. അവർക്ക് ഈ പറയുന്നവർക്ക് ഉത്തരം അറിഞ്ഞുകൂടാത്തോണ്ടല്ല, അവർ കേൾക്കുന്ന നിങ്ങളുടെ അറിവിനെ പരിശോധിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലോജിക്കിനെ പരിശോധിക്കുക. പൗരാവകാശ രേഖ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് പൗരത്വം കിട്ടുന്നത് എന്നാണ് ആദ്യത്തെ ചോദ്യം. നമുക്ക് ഒരു രാജ്യത്തെ പൗരത്വം, പ്രത്യേകിച്ച് ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് നമുക്ക് പൗരത്വം കിട്ടുന്നത് നമ്മൾ ഇന്ത്യയിൽ ജനിക്കുന്നത് കൊണ്ടാണ്. ജനിക്കുമ്പോൾ നമുക്ക് എന്ത് ഡോക്യുമെന്റ് ആണ് കിട്ടുന്നത്? ബർത്ത് സർട്ടിഫിക്കറ്റ്. എന്തുകൊണ്ടാണ് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാതെ പോയത്? അത് എന്റെ കുഴപ്പമല്ല. നിങ്ങളിൽ ഒരു ഇന്ത്യക്കാരന് ഇന്ത്യയിൽ ജനിച്ചെങ്കിൽ ആ ജനിച്ച ജനനം രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും. ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇന്ത്യയിൽ ജനിച്ചതായിട്ടുള്ള രേഖയില്ലെങ്കിൽ, ശ്രീ പിണറായി വിജയനോട് കടമെടുത്ത് പറയാണ്, നിന്റെയൊക്കെ അച്ഛനോടും അമ്മയോടും പോയി ചോദിക്കണം, അല്ലാതെ നമ്മളോടല്ല ചോദിക്കേണ്ടത്. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവര് ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത്? കോടിക്കണക്കിന് ആൾക്കാരെ SIR പ്രകാരം നമ്മുടെ പൗരത്വ രജിസ്റ്ററിൽ നിന്ന് മാറ്റി, അല്ലെങ്കിൽ വോട്ടർ ലിസ്റ്റിൽ നിന്ന് മാറ്റി എന്നാണ് പറയുന്നത്. വോട്ടർ ലിസ്റ്റ് പൗരത്വ ലിസ്റ്റ് വേറൊന്നാണ്, വോട്ടർ ലിസ്റ്റിൽ നിന്ന് മാറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ സുപ്രീം കോടതി ചോദിച്ചൊരു കാര്യമുണ്ട്, ഇത്രയും പേരെ മാറ്റിയെങ്കിൽ അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അവരെന്തേ ഈ കോടതിയുടെ മുമ്പ് വരുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ അവരെ കോടതിയുടെ മുമ്പ് കൊണ്ടുവരാനുള്ള സഹായം കൊടുക്കുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ഇന്ത്യയിൽ ജനിച്ചവരല്ല. നമുക്ക് പൗരത്വം ലഭിക്കുന്നത് 3 രീതിയിലാണ്. ഒന്ന്, നമ്മുടെ ഇന്ത്യയിൽ ജനിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഇന്ത്യൻ പൗരത്വം ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് നമുക്ക് പൗരത്വം കോൺഫർ ചെയ്യുന്നു, അതായത് പൗരാവകാശ പൗരത്വം നമുക്ക് ഇന്ത്യ ഗവൺമെന്റ് നൽകുന്നതിലൂടെ. അങ്ങനെ 3 രീതിയിൽ നമുക്ക് പൗരത്വം ലഭിക്കും. അപ്പൊ നമ്മള് ഇന്ത്യയിൽ ജനിച്ചു എന്നും, അല്ലെങ്കിൽ എന്റെ അച്ഛനോ അമ്മയ്ക്കോ ഇന്ത്യൻ പൗരത്വം ഉണ്ടെന്നും കാണിക്കേണ്ടത് എന്റെ ജോലിയാണ്, അത് ഗവൺമെന്റിന്റെ ജോലിയല്ല. വിദേശകാര്യ മന്ത്രാലയമാണ് പറഞ്ഞത് ഇത് പൗരത്വ രേഖയല്ല, ഇത് നിങ്ങൾക്ക് രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകേണ്ട രേഖ മാത്രമാണ്. കാര്യം അത് പറഞ്ഞത് വിദേശകാര്യ മന്ത്രാലയമാണ്. നമ്മുടെ പൗരത്വം തീരുമാനിക്കേണ്ടത് ആഭ്യന്തര മന്ത്രാലയമാണ്. അമിത്ഷായോട് ചോദിച്ചാൽ അമിത്ഷാ പറയും എന്താണ് യഥാർത്ഥ പൗരത്വ രേഖ. നമ്മൾ ഇന്ത്യയിൽ ജനിച്ചു എന്ന് തെളിയിക്കാൻ സാധിക്കാത്ത ഒരാൾക്ക് പൗരത്വം വേണമെന്ന് പറയുന്നത് ആധാർ കാർഡ് എന്ന പേപ്പറിന്റെയോ, അല്ലെങ്കിൽ പാസ്പോർട്ട് എന്ന പേപ്പറിന്റെയോ, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെയോ പേരിലായിരിക്കും. പൗരത്വം ഇന്ത്യയിൽ ജനിച്ച ഇന്ത്യൻ പൗരത്വത്തിന് അർഹതയുള്ളത് മാത്രമാണ് ഇന്ത്യൻ പൗരത്വം. അല്ലാതെ ആധാർ കാർഡിലൂടെയും പാൻ കാർഡിലൂടെയും റേഷൻ കാർഡിലൂടെയും പാസ്പോർട്ടിലൂടെയും കിട്ടുന്ന ഒന്നല്ല പൗരത്വം. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ ചെറുതാക്കാനോ അവരെ വെറുപ്പിക്കാനോ അവർക്ക് വിഷമം ഉണ്ടാക്കാനോ വേണ്ടിയിട്ട് അല്ല ഞാനിത് പറയുന്നു. കോടിക്കണക്കിന് ആൾക്കാർ ഇന്ത്യക്ക് പുറത്തോട്ട് പോയി മറ്റു രാജ്യങ്ങളിൽ പോയി അവിടെ സെറ്റിൽ ചെയ്തു, അവിടുത്തെ പൗരത്വം സ്വീകരിച്ചു. അവരുടെ ഇന്ത്യൻ പൗരത്വം നിങ്ങൾ മറ്റൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ ഇന്ത്യൻ പൗരത്വം ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവുകയാണ്. കാര്യം ഇന്ത്യ 2 പൗരത്വം അംഗീകരിക്കാത്ത, ഇരട്ട പൗരത്വം അംഗീകരിക്കാത്ത ഒരു രാജ്യമാണ്. അപ്പൊ നമുക്ക് മറ്റൊരു രാജ്യത്തും പൗരത്വം ഇല്ല എന്ന് കൂടെ തെളിയിക്കാം. ഞാൻ ഇന്ത്യയിൽ ജനിച്ചു എന്നും എന്റെ മാതാപിതാക്കൾ ഇന്ത്യക്കാരാണെന്നും, അല്ലെങ്കിൽ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യക്കാരാണെന്നും തെളിയിച്ചാൽ മാത്രം പോരാ, ഞാൻ മറ്റൊരു രാജ്യത്തും പൗരത്വം എടുത്തിട്ടില്ല എന്നും തെളിയിക്കേണ്ടത് എന്റെ ബാധ്യതയാണ്. അപ്പോ ഇന്ത്യയുടെ പൗരത്വം എന്ന് പറയുന്നത് മാത്രമല്ല, ഇന്ത്യയിൽ ജനിക്കുന്ന ഏതൊരു വ്യക്തിക്കും, 2 വിദേശ വ്യക്തികൾക്ക് ഇന്ത്യയിൽ വെച്ച് ജനിക്കുന്ന ഒരു കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കാണിക്കുന്ന ഒരു വലിയ സൗമനസ്യമാണ്, മറ്റു രാജ്യങ്ങളൊന്നും കാണിക്കുന്നില്ല. എന്റെ മകൻ ഇന്ത്യക്ക് വെളിയിലാണ് ജനിച്ചത്, പക്ഷെ അവന് അവിടുത്തെ പൗരത്വം ആ സർക്കാർ കൊടുക്കത്തില്ല. കാര്യം അവിടുത്തെ നിയമമാണ്. നമ്മുടെ നിയമം വളരെ ലിബറലാണ് പൗരത്വത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ നമ്മൾ ഈ ഇന്ത്യക്കാരായ ജാവേദ് അക്തറും ഇന്ത്യക്കാരനായ കപിൽ സിബലും ഇന്ത്യക്കാരനായ രാജീവ് സർദേശായും പറയുന്നത് പിന്നെ മറ്റെന്താണ് ഇന്ത്യൻ പൗരത്വ രേഖ?
ബർത്ത് സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ്, അതാണ് നിങ്ങളുടെ ഇന്ത്യൻ പൗരത്വ രേഖ. അതില്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ നമ്മൾ നോക്കേണ്ടി വരും. നന്ദി, നമസ്കാരം.